ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് നവരാത്രി 2-ാം ദിവസം അല്ലേ? ഇന്ന് നവദുർഗമാരിൽ ദേവിയുടെ 2-ാമത്തെ ഭാവം എന്താണ്? ബ്രഹ്മചാരിണിയായിട്ടാണല്ലേ. ബ്രഹ്മചാരിണി എന്നതിനർത്ഥം തന്നെ ബ്രഹ്മചര്യം സ്വീകരിച്ചവൾ എന്നാണ് അല്ലേ. ഒരു ഗുരുവിൻ്റെ അടുക്കല് കുറേ വിദ്യാർത്ഥികളോടൊപ്പം വിദ്യ അഭ്യസിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ദേവി ഇന്ന് ദേവിയുടെ രൂപം എന്ന് പറയുന്നത് അല്ലേ. ബ്രഹ്മചാരിണി സ്വരൂപം. എന്താണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ദേവി കാരണമായത്? നമ്മൾ ഇന്നലെ പറഞ്ഞു ശൈലപുത്രി. ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? സതീദേവി തന്നെയാണ്. ഹിമവാന്റെ പുത്രിയായ പാർവതി ദേവിയുടെ കുറേ നാമങ്ങളിൽ, ശൈലപുത്രി ദേവിയുടെ കുറേ നാമങ്ങളിൽ ഒരു നാമമാണ് സതീദേവി അല്ലേ. സതി, ഭവാനി, ഹേമാവതി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജീവത്യാഗം ചെയ്തിട്ടായിരുന്നു ഹിമവാന്റെ പുത്രിയായി ശൈലപുത്രിയായി ആര് ജനിച്ചത്? പാർവതി ദേവി ജനിച്ചത്. പിന്നീടുള്ള പാർവതി ദേവിയുടെ കടമ്പ എന്താണ്? ആ സർവേശ്വരനായ മഹാദേവനെ ഭർത്താവായി ലഭിക്കണം. ആർക്ക്? പാർവതി ദേവിക്ക്. അങ്ങനെ പാർവതി ദേവി ബ്രഹ്മചര്യം സ്വീകരിക്കുകയായിരുന്നു അല്ലേ. ബ്രഹ്മചാരിണിയായിട്ട് മാറി. കുറേ